നമസ്കാരം, മിനിസ് മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു പുതിയ വിഭവം നമുക്കിന്ന് ചെയ്തു നോക്കിയാലോ? ദം പൊറോട്ട. പൊറോട്ട കൊണ്ട് നമ്മൾ എല്ലാവരും പലതരത്തിലുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാറുണ്ട്. കിഴിപ്പൊറോട്ട ഉണ്ടാക്കാറുണ്ട്, കുത്തു പൊറോട്ട, അങ്ങനെ പലതരത്തിലും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്കിന്ന് ദം പൊറോട്ട എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, സപ്പോർട്ട് ആൻഡ് ലൈക്ക്. ദം പൊറോട്ട എങ്ങനെ നമുക്ക് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്കൊരു വാഴല പീസ് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് 2 പൊറോട്ട എടുത്ത് ഇതിൻ്റെ മുകളിലൊന്ന് വെച്ച് കൊടുക്കാം. ഇനി അടുത്തതായി നമ്മൾ ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ചിക്കൻ കറി തന്നെയാണ് ഇതിലേക്ക് എടുക്കുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് ചിക്കൻ ഗ്രേവി നല്ല പോലെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ചിക്കൻ്റെ പീസും 2 സൈഡിലായിട്ട് ചേർത്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് 2 പൊറോട്ട എടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് വെക്കാം. അതിനുശേഷം നമുക്ക് ചിക്കൻ ഫ്രൈ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബോൺലെസ് ചിക്കനാണ് എടുത്തത്. ചെറുതായി നുറുക്കി ഫ്രൈ ചെയ്തെടുത്തതാണിത്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കണം. മുട്ട പുഴുങ്ങിയത്. ഇനി നമുക്കിതിലേക്ക് മുട്ട പുഴുങ്ങിയത് ചേർത്ത് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ മുഴുവനായിട്ട് ചേർക്കാം, അല്ലെങ്കിൽ മുറിച്ചിട്ട് ചേർക്കാം. അപ്പോൾ അതും കൂടെ നമുക്കിതിലേക്ക് വെച്ച് കൊടുത്ത ശേഷം വീണ്ടും നമുക്ക് 2 പൊറോട്ട എടുത്ത് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും ചിക്കൻ ഗ്രേവിയും കഷ്ണവും കൂടി ഇതിലേക്ക് ഇതുപോലെ ചേർത്ത് കൊടുക്കാം. ഗ്രേവി നല്ലപോലെ ചേർക്കണം. ഇനി വീണ്ടും നമുക്ക് 2 പൊറോട്ട എടുത്ത് ഇതിൻ്റെ മുകളിൽ വെക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് സവാള വറുത്തത് ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്ക് പുതിനയില ചേർക്കണം. പുതിനയില ചേർക്കാം. ഇതിലേക്ക് മല്ലിയിലയും കൂടെ ചേർത്ത്, പിന്നെ നമുക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ലാസ്റ്റ് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ബട്ടറും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് വാഴയില കൊണ്ട് നമുക്കിതൊന്ന് നന്നായി ഒന്ന് കെട്ടിവെക്കാം. നമ്മൾ വാഴയിലനെ കൊണ്ട് നന്നായി കെട്ടിവെച്ചതിന് ശേഷം ചെറിയ തീയിൽ ഒരു 10 മിനിറ്റ് നമുക്കിതിനെ ദം ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതെല്ലാം നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കൊരു തണിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് കമിഴ്ത്തിയിട്ട് നോക്കാം. നമുക്കിനി വാഴയിലയിൽ നിന്ന് എടുത്ത് കളയാം. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ്റെ ഗ്രേവി എല്ലാം നമ്മൾ ഈ പൊറോട്ടയിലേക്ക് ശരിക്കും പിടിച്ചിട്ടുണ്ട്. ആ ചിക്കൻ്റെ ഗ്രേവിയുടെ കളർ ആ പൊറോട്ടയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.